കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ സേവിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച പ്രിയ പിതാവ് ഇപ്പോൾ നിദ്ര കൊള്ളുന്നു. കർത്താവിന്റെ കാഹളധ്വനിയിങ്കൽ പ്രിയ പിതാവ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നമ്മൾ രൂപാന്തരം പ്രാപിച്ച് പ്രിയ പിതാവിനോട് ഒരുമിച്ച് മുൻപ് മരിച്ചുള്ള സകല വിശുദ്ധന്മാരോട് ഒരുമിച്ച് കർത്താവിനോട് കൂടെ വാഴുവാനുള്ള വസിക്കുവാനുള്ള ദിവസങ്ങൾ ഏറ്റവും ആഗതമായിരിക്കാൻ നമ്മൾ ദുഃഖത്തിൽ അധികമായിരിക്കാതെ പ്രത്യാശയുള്ളവരായി നിലകൊള്ളുവാൻ പൗലോസ് പറഞ്ഞ അതേ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെയും ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവമായി കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം പിതാവിന്റെ വേർപാടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഈ പ്രിയ ഭവനമായുള്ള ബന്ധം 1983 മുതൽ ഈ ഭവനമായി വളരെ അടുത്ത ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന ചാനാമ്പടത്തുനിന്നായിരുന്നു. അവർ ഒരുമിച്ച് പടിഞ്ഞാറ് കൂട്ടാലെ ആരാധന കൂടുമ്പോൾ ആ സമയത്തൊക്കെയും ഈ സഭയിൽ വന്ന് കൂട്ടായ്മ കൂടുകയും ആരാധനയിൽ പങ്കെടുക്കുവാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഈ കുടുംബമായി വളരെ പരിചയവും മാത്രമല്ല, ഞാൻ പുള്ളാക്കൽ സഭയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ തങ്കച്ചൻ അവിടെ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ബന്ധത്തിലും ഇവിടെ പരിചയം, വളരെ അടുത്ത പരിചയമുണ്ട്. കൃപയാൽ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കാൻ ദൈവടയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കഥാദാസൻ നേരത്തെ ഓർപ്പിച്ച പോലെ നിദ്രയുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, കർത്താവായ യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മറ്റു ശരീരങ്ങളും അവനോടുകൂടെ വരുത്തും എന്ന് നാം അറിയുന്നില്ലയോ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരണത്തെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന്. താൽക്കാലികമായ ഒരു വിടുതലാണ് എങ്കിലും അദ്ദേഹം വിശ്രമത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. കർത്താവ് യഹോവയായ ദൈവം ദാനിയേലിനോട് പറയുന്നു, നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസ്ഥകൾ നിന്റെ ഓഹരി പായ്പാൻ നീയും എഴുന്നേറ്റ് വരുമെന്ന് കാണുവാക്കരുത്. അങ്ങനെയാണെങ്കിൽ പ്രിയ പിതാവ് വിശ്രമത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും തന്റെ അധ്വാനങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇപ്പോൾ താൻ വിശ്രമത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് ശേഷം നമ്മുടെ കർത്താവ് ഇന്നാണ് വരുന്നെങ്കിൽ അതിന് തന്റെ വിശ്രമം വിട്ട് എഴുന്നേറ്റ് നിത്യജീവനിലേക്ക് കടക്കുവാൻ തീരും. ആകയാൽ ഇന്ന് പോൽക്കാലം ഈ പ്രത്യാശ പ്രാപിക്കാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പോൽക്കാലം ഈ പ്രിയ പിതാവ് കാണിച്ച പ്രത്യാശയുടെ വഴിയിലൂടെ മുൻപോട്ട് പോകാൻ നിങ്ങളെ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർവഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറട്ടെ. സമയം അനുഭവിച്ച ദൈവദാസോട് സഭയോടും എന്നെ നന്ദി അറിയിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ അനുസൃതം അറിയിച്ചോട് എന്റെ വാക്ക് നിർവഹിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും മരിക്കും. പക്ഷെ അതിന്റെ സമയം നമുക്ക് നിശ്ചയമില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നാം ചെയ്യേണ്ട, നാം ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഈ വാക്യത്തെ സംബന്ധിച്ച് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു ദൈവ പൈതലിന്റെ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ന് ഒരുപക്ഷെ എന്റെ അവസാന ദിവസമായിരിക്കാം എന്നുള്ള ചിന്തയുണ്ടാകണം എന്നാണ്. ആ ഒരു ചിന്ത നമ്മെ ഭരിക്കുകയാണെങ്കിൽ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് അന്ന് ചെയ്തു തീർക്കുവാൻ കഴിയും. അത് ദൈവത്തെ പ്രസാദവുമാണ്. ആ 12-ാം വാക്യത്തിന്റെ ജർമ്മൻ ഭാഷ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് എങ്ങനെയാണ്, ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുവാൻ, ഞങ്ങളെ ഒന്ന് പരിശോധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ എന്നാണ് ആ വാക്യത്തിന്റെ ജർമ്മൻ ട്രാൻസ്ലേഷൻ. അങ്ങനെയാണ്. കുറെ കൂടെ അർത്ഥവത്തായ ഒരു വാക്യമാണത്. ഈ ഡെഡ് ബോഡി നമ്മെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം നാമും ഇതുപോലെ കിടക്കണം. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച ദൈവമക്കൾക്ക് ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. പ്രിയ പിതാവിനെയും ഈ ഭവനത്തെയും എനിക്ക് വേണ്ടത്ര പരിചയമില്ല. ഇവിടെ ഒരു ദൈവ കുടുംബമാണ് താമസിക്കുന്നറിയാം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ഇത്രത്തോളം
ദൈവമക്കളെ, ദൈവദാസന്മാരെ കാണുവാനൊക്കെ ഇടയാക്കിയതിന് ദൈവത്തെ സ്തുതിക്കും. പ്രിയ പിതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിലാണല്ലോ നാം എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ സമയമായപ്പോൾ പ്രിയ പിതാവിന്റെ ദൈവം തന്റെ ഭവനത്തിലോട്ട് ചേർത്തു. മക്കൾക്കും കൊച്ചുമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും അതിൻ്റെ നടുവിൽ ദുഃഖമുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ദൈവവചനത്തിൽ നമുക്ക് ആശ്വാസം കൊള്ളുവാനും പ്രത്യാശിക്കുവാനും വകയുണ്ടെന്ന് കഴിഞ്ഞ പ്രസംഗങ്ങളിലെല്ലാം നമുക്ക് കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. നാം പ്രത്യാശയില്ലാത്തവരല്ല, ദൈവവചനത്താലും ദൈവസാന്നിധ്യത്താലും നാം എല്ലാവരും പ്രത്യാശയുള്ളവരാണ്. ഒരിക്കലും ഈ മരണം, ശാരീരിക ദേഹവിയോഗം മൊത്തത്തിൽ ഒരു മരണമാണെന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ശരിക്ക് ആദാമനോട് പറയുന്നു, നീ ഈ പഴം തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ ദൈവിക വചനത്തെ വിട്ട്, ദൈവിക കൽപ്പനകളെ വിട്ട്, ദൈവിക പദ്ധതികൾ വിട്ട് പോകുന്നതാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് അർത്ഥമാക്കുന്നത്. പ്രിയ പിതാവിൻ്റെ ആയുസ്സുകാലത്ത് തനിക്ക് തന്നിരുന്നതായ ജീവിത ഓട്ടക്കളത്തിൽ താൻ ഓടി വിശ്രമിക്കുമ്പോൾ തൻ്റെതായ ഓട്ടക്കളത്തിൽ തനിക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളെയും മരുമക്കളൊക്കെയും സർവകൃപാലുവായ ദൈവം പ്രിയ പിതാവിന് നൽകി തന്നു. അവരെ ആശ്വാസം, അവരെ കാണുവാനും അവരോട് കൂടെ ആയിരിക്കാനൊക്കെയും ദൈവമായി കർത്താവ് സഹായിച്ചു. എന്നാൽ തൻ്റെതായ സമയം കഴിഞ്ഞപ്പോൾ നിത്യതയിൽ എടുക്കപ്പെട്ടെങ്കിലും അത് നമുക്ക് ദുഃഖമാണെങ്കിലും വരും ദിനങ്ങളിൽ പ്രിയ പിതാവ് കാഴ്ചവെച്ചതായ നല്ല മാതൃകയൊക്കെയും നാം തുടർന്ന് നാം ആയിരിക്കാം. ദൈവമായി കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ പരിശുദ്ധനാമം അകത്തുപെടുമാറാകട്ടെ. ദുഃഖഭവനത്തിൽ ഒരുമിച്ചായിരിക്കാം കർത്താവ് അവസരങ്ങൾ നൽകി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും കൂട്ടാളിയെ ചോദിച്ചാൻ്റെ വീട്ടിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് സംസാരിപ്പാനും തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ വഴികളെയൊക്കെ കേൾപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രിയ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്നറിയാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവ് കൊടുത്ത നല്ല ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരിക്കലും അവസാനമല്ല. മനുഷ്യ ജീവിതത്തിൽ യോബ് ഒരിക്കൽ ചോദിച്ചു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് പകലിൽ ഈ പ്രിയ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിനെ സ്വന്തരിഷ്ടാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിപ്പാൻ ഈ ലോകത്തിൽ തനിക്ക് കൊടുത്ത ആയുഷ് വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് കർത്താവിന് വിടുതലുള്ള കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ എന്ത് നേടി എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പിന്തുടരുന്നത് ഇവിടെ നേടിയ സമ്പത്തോ ഇവിടെ നേടിയ ധനമോ ഇതൊന്നും നമ്മെ പിന്തുടരുന്നില്ല. ഞാൻ ദൈവത്തിനെ ഓർപ്പിക്കുന്നു, നമ്മുടെ പ്രവൃത്തി നമ്മെ പിന്തുടരും. നാം ചെയ്ത് പ്രവർത്തിക്കാത്തവണ്ണം നാം ദൈവസ്ഥലത്ത് പ്രാപിക്കേണ്ടതാകുന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ, മക്കളെ, കൊച്ചുമക്കളെ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തിന്റെ ദുഃഖത്തോടൊപ്പം ഞങ്ങൾ സഭയായി അൽബാന ശാല ഫെലോഷിപ്പ് ചർച്ച് ദുഃഖത്തിൽ പങ്കുചേരുകയും ഞങ്ങളുടെ പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ദൈവസ്ഥിതിക്കും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളത് അവർക്ക് അടക്കുവാൻ കഴിയാത്ത ദുഃഖമുണ്ട്. 90 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ മോശ ഇങ്ങനെ പറഞ്ഞു, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം എന്ന് തന്റെ സഹോദരനായ അഹ്റോന്റെ അടക്കത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ട് 90 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശയെ സംബന്ധിച്ച് അഹ്റോൻ സഹോദരനാണ്. ഏലിയാസിനെ സംബന്ധിച്ച് സ്വന്തം പിതാവാണ്. എന്നാൽ സഭയെ സംബന്ധിച്ച് മഹാപുരോഹിതനാണ്. ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു,
എൻ്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വച്ചിരിക്കുന്നു. അത് മനുഷ്യനോടുള്ളായിരിക്കുന്ന ജീവിച്ചിരിക്കുന്നതായ ഓരോ വ്യക്തികളോടുള്ളായിരിക്കുന്നതായ ആലോചനയാണ്. പാപത്തിന്മേൽ നീ ദൃഷ്ടി വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന പകൽക്കാലം നമ്മളോട് സംസാരിക്കുന്ന ഈ വചനത്തിൽ കൂടെ നമ്മുടെ കാലടികളെ ദൈവം ശ്രദ്ധിക്കുന്നു. നല്ല നിലയിൽ ഈ പ്രിയപിതാവ് നിത്യയിൽ പ്രവേശിക്കുവാനിടയായത് നമുക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ പ്രിയപിതാവിനെ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയും നമുക്കുണ്ട്. എന്നാൽ നമ്മളെ തന്നെ ഒരു പ്രാവശ്യം ചോദന ചെയ്യുവാനുള്ള കാരണം ഒരവസരം കൂടി കർത്താവ് നൽകിയിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തന്റെ ദാസിയെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കുകളോട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ തൃശ്ശൂർ സെൻട്രൽപ്പെട്ടതായ കൂട്ടാല കിഴക്കൻ സഭയുടേതായ അവരുടെ ദുഃഖവും അപ്രകാരം തന്നെ ഞങ്ങളെ പ്രത്യാശയം അറിയിക്കുന്നു. കൈതമംഗലം കുടുംബത്തിന്റെയും പ്രത്യാശ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 85 പരം വർഷമായി ഈ ഭൂമിയിൽ ജീവിച്ച പ്രിയ ശമൂലച്ചായന്റെ മൃതദേഹത്തിന്റെ മുൻപാകെ ദൈവമക്കളും പ്രിയപ്പെട്ടവരും കുടുംബക്കാരും നാം എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ പ്രിയ പിതാവിനൊരു യാത്രയയപ്പ് കൊടുക്കുവാനായി നാം ആ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുകയാണ്. 1990 ഒടുവിലത്തെ നാളുകളിലാണ് ഈ വാത്സല്യ പിതാവിനെ എനിക്ക് അടുത്തറിയുവാൻ കർത്താവ് കൃപ നൽകിയത്. ചില വർഷങ്ങൾ ഈ പ്രദേശത്ത് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിരുന്ന നാളുകളിൽ പ്രിയ പിതാവിനെ അടുത്തറിയുവാനും കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ കർത്താവ് കൃപ നൽകി. ഞാൻ പ്രിയ പിതാവിനെ ദർശിക്കുന്നത് കനാലിന്റെ അടുത്ത് താമസിച്ച് ഇവിടെ കർത്താവിനെ ആരാധിക്കുവാനൊക്കെ കടന്നു വരുന്ന ഒരു കാലങ്ങളായിരുന്നു. പ്രിയ പിതാവ് തനിക്ക് ദാനമായി കൊടുത്ത മക്കൾ പ്രിയ തങ്കച്ചൻ ജെയിംസ്, തന്റെ മരുമകൻ അനിയൻ കുഞ്ഞ്, ഇവരെയൊക്കെ വീടുകളിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് ഒടുവിൽ ഹോളിലും കൂടൊക്കെ ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ കടന്നു പോകുന്ന ഒരു പിതാവിനെയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതുമാത്രമല്ല, ഇവിടെ ബദൽ ചർച്ചിൽ ശുശ്രൂഷയിലിരിക്കുന്ന കാലങ്ങളിൽ ശനിയാഴ്ചകളിൽ ഇവിടെ വൈകിട്ട് ഞങ്ങൾ ചില പ്രിയ പിതാക്കന്മാർ ചേർന്നൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാവരുമില്ല, അതിലെ ഒരു പിതാവാണ് നമ്മെ ഇവിടെ കടന്നു പോയത്. മിക്കവാറും രാത്രി സന്ധ്യാസമയം ഒരു 6 മണിയാകുമ്പോൾ ഈ പ്രിയ പിതാവ്, പ്രിയ കുട്ടച്ചായൻ, എങ്ങനെ തുടങ്ങിയ 2 പേര് കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഈ ഹാളിൽ ഇരുന്ന ദേശത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി മധ്യസ്ഥ ചെയ്യുന്ന, ആ കൂട്ടത്തിൽ ഒത്തിരി വിഷമങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെ തുറന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലയളവാണ് ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം പ്രിയ പിതാവിന്റെ ഈ ദൈവനിയോഗം അറിഞ്ഞപ്പോൾ ഒരു വശത്തൊത്തിരി സന്തോഷമുണ്ടായി. കാരണം കഴിഞ്ഞ നാളുകളൊക്കെ ഒത്തിരി ശാരീരികമായി രോഗിയായിട്ടൊക്കെ ഭാരപ്പെട്ടു. അന്നൊക്കെ മക്കൾ പലർക്ക് ശുശ്രൂഷിപ്പാനൊക്കെ അവസരം കൊടുത്തു. എന്തായാലും കൊള്ളാം, കഴിഞ്ഞ ദിവസം അമ്മേൻ ഈ നമ്മെ വിട്ട് കടന്നുപോയി. ഈ പ്രിയ പിതാവിന്റെ ബോഡി നമ്മോടൊരു സത്യം വിളിച്ചു പറയുന്നത്, ഇന്ന് ശമൂലച്ചാനായിരുന്നു എങ്കിൽ നാളെ നമ്മളിൽ ആരായിരിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ധന്യനായ പൗലോസ് ലീഗ പറയുന്ന ഒരു പദം എങ്ങനെയുണ്ട്? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രയാണ്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് തരുന്ന 60, 70, 80 വയസ്സുകൾ ക്ഷണപങ്കുലമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിക്ക് ഞെട്ടിപ്പിക്കുന്ന ഭയാനകമാകുന്ന സംഭവ വാർത്തകളല്ലേ നമ്മുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് മനുഷ്യൻ വെള്ളത്തിന് വേണ്ടി പരക്കം പാഞ്ഞു. ഇപ്പം വെള്ളം കൊണ്ട് അമേൻ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു വല്ലാത്ത കാലം, ആർക്കും ആരെയും നിയന്ത്രിപ്പാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം,
ജീവിതത്തിൽ കുറെ നാൾ വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ പ്രിയ പിതാവ് അനുഭവിച്ചുവെങ്കിലും അറിഞ്ഞ സത്യത്തിൽ തന്നാൽ ആവോളും താൻ പിടിച്ചു നിൽക്കുവാനിടയായി. അതിനിടയിൽ കയ്പും മധുരവും വേദനകളും ഒത്തിരി അനുഭവിച്ച ഒരു പ്രിയ പിതാവാണ്. ഇനി കയ്പ് അനുഭവിക്കേണ്ട, വേദന അനുഭവിക്കേണ്ട, ആർക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട. കഴിഞ്ഞ ദിവസം നമ്മെ എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞ ഈ പ്രിയ പിതാവ് കടന്നുപോയി. ആമേൻ. ഇന്ന് പകലിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളൊക്കെ പ്രിയ പിതാവിനെ ശുശ്രൂഷിച്ച മക്കൾ, പ്രിയപ്പെട്ടവർ, ആമേൻ, പ്രിയ പിതാവ് എന്തായാലും ഈ 85 വയസ്സ് വരെ ജീവിച്ചിരുന്ന ചില നല്ല നല്ല കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്തുടരണം. ആമേൻ. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരുന്ന കുടുംബങ്ങളോടുകൂടെ അവരുടെ ദുഃഖം പങ്കിടുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. 28 വർഷങ്ങൾക്ക് മുൻപേ ഈ പ്രിയ പിതാവിനെ കാണുവാനും പരിചയപ്പെടുവാനും ദൈവമായ കർത്താവിടെയാക്കി 1985 പടിഞ്ഞാറേക്കോട്ടാന സഭയുടെ ശുശ്രൂഷകനായി വന്നതായ നാൾ മുതൽ ഇവിടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതായ പ്രിയപിതാവിനോടുകൂടെ ആത്മീയ കൂട്ടായ്മ ആചരിപ്പാൻ ദൈവമായ കർത്താവിടെയാക്കി വീണ്ടും അതേ സഭയുടെ ബന്ധത്തിൽ തന്നെ ശുശ്രൂഷനായിരിക്കാൻ കർത്താവ് അവസരം ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ കുടുംബത്തെക്കുറിച്ച് പറവാൻ അനവധി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാല ഓർമ്മകളിലുണ്ട്. 28 വർഷത്തേതായ അനുഭവങ്ങൾ. എന്നാൽ ആത്മീക ശുശ്രൂഷയിൽ 3 വർഷമേ താനുമായിട്ടുള്ള ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിലും ഈ പ്രദേശങ്ങളിൽ തന്നെ പല സഭകളിലും അതുള്ള ബന്ധത്തിലൂടെയായ പല ഭവനങ്ങൾ മാറി മാറി താമസിച്ച ബന്ധത്തിലൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും ദൈവമായ കർത്താവ് ഇടയാക്കി. കുടുംബത്തിൻ്റെ ആത്മീക വിഷയങ്ങളിലും ആ കാലഘട്ടങ്ങളിൽ അവരുടേതായ കുടുംബപരമായ ചില വിഷയങ്ങളിൽ ഇടപെടുവാനൊക്കെ ദൈവമായ കർത്താവ് അവസരം നൽകി തന്നു. ഏറെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ തൻ്റെ ജീവിത നാളുകൾ കഴിപ്പാൻ കർത്താവ് ഇടയാക്കി തോർത്ത് സ്തോത്രം. 1-2 ആഴ്ചകൾക്ക് മുമ്പേ പ്രിയ വാസുവിൻ്റെ ഭവനത്തിൽ വെച്ച് പ്രിയ അച്ഛമ്മയെ കാണുവാനും പ്രിയ സദസ്സുകൾ നേരിട്ടതായ വീഴ്ചയെക്കുറിച്ച് അറിയുവാനും അവസരം വന്ന് കാണാമെന്നൊക്കെ പറയാനിടയായിത്തീർന്നാൽ കൂടിക്കാഴ്ച ഇങ്ങനെയായിത്തീരുമെന്ന് പ്രതീക്ഷിച്ചില്ല. താൻ സന്തോഷത്തോടെ ഞങ്ങളുടെ ആയിരിക്കുന്ന സമയത്ത് കിടന്നൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വരാമെന്ന് വാക്കും കൊടുത്തതാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ പ്രതികൂല നിമിത്തം സാധിച്ചില്ല. എങ്കിലും തൻ്റെ ഈ യാത്രയെപ്പോഴുള്ള ബന്ധത്തിൽ കിടന്നവരെ കർത്താവ് സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ ഭവനാങ്കണത്തിലായിരിക്കാൻ ദൈവൊരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ താൻ വിശ്വസിക്കുന്ന, താൻ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനും പിൻപറ്റുവാനും തൻ്റെ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കിടയായി തീർന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. അതോർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നാം ദൈവത്തിൽ വായിക്കുന്ന പോലെ ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതല്ല കർത്താവ് നമ്മെ കുറിച്ച് ശ്രദ്ധിക്കുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി നിത്യരാജ്യത്തിന് വേണ്ടി നമുക്ക് എത്രമാത്രം ബന്ധപ്പെടുവാനായിട്ട് ഓടുവാനായി കഴിഞ്ഞു എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിൽ വായിക്കുന്നത് പോലെ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നുള്ളതാണ് ദൈവനും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. ഈ പ്രിയ പിതാവിന്റെ ജീവിതത്തിൽ മറ്റെല്ലാ ഭൗതികമായ നേട്ടത്തെക്കാൾ ഉപരി തനിക്ക് ജീവിക്കുവാനും തന്റെ മക്കൾക്ക് ദൈവം ആത്മീകമായി ഭൗതികമായ നന്മകളെല്ലാം നൽകി അതിനേക്കാൾ ഉപരിയായി കർത്താവിനെ അന്വേഷിക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് കൊടുത്ത അവസരങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാരത്താലായിരിക്കുന്ന പ്രിയ ഭവനത്തോട് ചേർന്ന് ഈ പകലകാലം ഒരു മിനിറ്റേറെ സമയം ചെലവഴിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞങ്ങള് കുടുംബപരമായിട്ട് സഹോദരങ്ങളാണ്. എൻ്റെ പേര് ജെയിംസ് എന്നാണ്. പ്രിയ തങ്കച്ചനും ഞാനും പ്രിയ ആങ്ങളെ പെങ്ങന്മാരുടെ മക്കളെ വിവാഹം കഴിക്കുകയും ഇപ്പൊ ഞാൻ താമസിക്കുന്ന കട്ടിലപൂതിനെ പ്രദേശത്ത് ഇപ്പൊ താമസിക്കുന്നു. പ്രിയപ്പെട്ടവനെ ഞങ്ങള് വളരെ നാളുകളായി ഇവിടെ താമസിക്കുന്ന കാലം മുതൽ പ്രിയ തങ്കച്ചനുമായിട്ട് വളരെ സ്നേഹത്തിലും ആത്മാർത്ഥതയിലും പോയിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും തനിക്ക് വണ്ടിയുണ്ട്. തൻ്റെ വണ്ടി പലപ്പോഴും കട്ടിൽപൂത്തേക്ക് വരുമ്പോഴൊക്കെയും എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ പ്രിയപിതാവിനെ നേരിൽ കണ്ടിട്ടില്ല. അത് എന്തെന്ന് വെച്ചാൽ
ഞങ്ങൾ 1-2 തവണ മാത്രമാണ് ഈ പുതിയ വീട് പണിതിന് ശേഷമായിട്ട് ഇവിടെ വന്നു പോയിട്ടുള്ളത്. പ്രിയപ്പെട്ടവനുമായിട്ട് വളരെ സ്നേഹത്തിലും ഞങ്ങൾ ആത്മാർത്ഥത്തിലുമായിരിക്കുന്നു. ഒരു പിതാവിനെ അതുപോലെ നോക്കുവാനും വളർത്തുവാനും അവസാനം വരെയും അവനത് സന്തോഷത്തോടെ വഹിക്കുവാൻ കഴിഞ്ഞതിൽ അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത്. സ്തോത്രം. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അനേക പ്രിയപ്പെട്ടവർ സംസാരിച്ചിരിക്കുന്നല്ലോ. എങ്കിലും അതിനപ്പുറമായി തന്റെ വാർദ്ധക്യം വരെയും ഈ ഭവനത്തിൽ വെച്ച് തന്നെ തനിക്ക് അതിനെ പരിപാലിപ്പാനും പിതാവിനെ സഹായിപ്പാനും ആവശ്യമായ ഘട്ടങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് കേട്ട് അവസാനം ഞാൻ ഇങ്ങനെ വീട്ടിൽ വെച്ച് അറിയുവാനിടയത്തിലും തന്നെ പ്രിയ തങ്കച്ചനെ, പ്രിയ സഹോദരന്മാരെ പിതാവ് അനുഗ്രഹിച്ചാണ് താൻ മരിക്കുവാനിടയായി തീർന്നെന്ന് കേട്ടത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. കാലത്തിന്റെ പോക്കിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി ഭവനത്തോട് കൂടിയിരിക്കട്ടെ എന്ന് ആശംസിച്ച് അത് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദുഃഖ സാന്ദ്രമെങ്കിലും പ്രത്യാശ നിർഭരമായ ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിലെ വാത്സല്യ പിതാവ് പൂർണ്ണ വാർദ്ധക്യത്തിൽ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവാത്മാങ്ങൾ നിറയപ്പെട്ട് ദൈവസഭയുടെ അംഗമായിരിക്കുന്ന പ്രായമുള്ളവരാണെങ്കിലും കൊച്ചുകുട്ടിയാണെങ്കിലും അവരെ മരണത്താൽ വേർപെടുമ്പോൾ അവിടെ നമുക്ക് മരണത്തിൻ്റെ ഭീകര മുഖമല്ല കാണുന്നത്, മരണത്തിൻ്റെ പരാജയമാണ്. കാരണം മരണത്തിൻ്റെ പരാജയ മുഖമാണ് ഈ മരണ ശുശ്രൂഷയിൽ കൂടെ നമുക്ക് വെളിപ്പെട്ട് കാണുന്നത്. കാരണം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ പിതാവാം ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ആ അതേ ശക്തിയാൽ കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റ്